വയോജന കമ്മീഷന്റെ പ്രഥമ യോഗം ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് ചേരും. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വയോജനങ്ങളിൽ നിന്നും മാത്രമല്ല യുവജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുമെന്ന് വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ 60 വയസ്സ് പിന്നിട്ടവർക്ക് വിപ്ലവകരമായ നീതി നടപ്പാക്കും, പുതുതലമുറയ്ക്ക് വഴികാട്ടും. മുൻ ഇടതുപക്ഷ സർക്കാരുകൾ ജനകീയ ആസൂത്രണം, സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ, ലൈഫ് മിഷൻ സംവിധാനങ്ങളിലൂടെ അതാത് മേഖലയിൽ പുതുചരിത്രം സൃഷ്ടിച്ചിരുന്നു. രാജ്യത്തിനാകെ മാതൃകയുമായി ആ പട്ടികയിൽ ഇനി വയോജന കമ്മീഷനും ഇടം നേടും. രാജ്യത്ത് എവിടെയും മുൻ അനുഭവങ്ങൾ ഇല്ലാത്തതിനാൽ വയോജന കമ്മീഷന് പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിന് വയോജനങ്ങൾ മാത്രമല്ല യുവജനങ്ങളുടെയും അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് വയോജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ ഞങ്ങൾ ആദ്യം ആലോചിക്കുന്നത് വയോജന കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ്. ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള വയോജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബെനിഫിഷ്യറി ആദ്യത്തെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവർ വയോജനങ്ങളാണ്. അവരുടെ അഭിപ്രായം ഈ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കണം അത് നേടുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം. വയോജന കമ്മീഷന്റെ പ്രഥമ യോഗം ഈ മാസം 11-ന് തിരുവനന്തപുരത്ത് ചേർന്ന് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിക്കും. വയോജനങ്ങളുടെ നീതിക്കും ക്ഷേമത്തിനുമായി വയോജന കമ്മീഷൻ പ്രവർത്തിക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.